the treasure of power എന്നുള്ളതാണ്, ശക്തിയുടെ നിക്ഷേപം. What I'm going to preach about today is the treasure of power. അത് ആ ശക്തിയുടെ നിക്ഷേപം എന്ന് പറയുന്നത് അത് ഉയർപ്പിന്റെ ശക്തിയാണ്. That treasure of power is the resurrection power of Christ. Hallelujah. Hallelujah. ഇന്ന് രാത്രി അവൻ നിങ്ങളിൽ തരുന്നത് ആ ശക്തിയുടെ നിക്ഷേപം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. Today night he's going to open that treasure of power in your life. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തി, The power of the Holy Spirit. അതാ നമുക്ക് വേണ്ടിയത്. That is what we need. അതിന് ഇടതും വലതും പലതും കാണും. നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളത് അതിനെക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആമേൻ, the treasure of power, ആ ശക്തിയുടെ നിക്ഷേപം എന്നുള്ളത്. Apart from that there may be so many other things, but leave all of that. What we really need is the power of the Holy Spirit, the treasure of power. Hallelujah. Hallelujah. ഉയർപ്പിന്റെ ശക്തി, the power of resurrection. ഇതിനപ്പുറത്ത് വേറൊരു ശക്തിയില്ല. There is no other power apart from that. ഉയർപ്പിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. The power of resurrection is the greatest power. ആ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് നമുക്ക് തരാൻ കർത്താവിന് മനസ്സലിവുണ്ടായി. And God has compassion to give us that greatest and valuable thing. നമ്മുടെ മക്കൾക്ക് ഏറ്റവും വിലയുള്ളതും ഗ്യാരണ്ടി ഉള്ളതും ആമേൻ വാറണ്ടി ഉള്ളതും ഒക്കെ നമ്മൾ കൊടുക്കത്തുള്ളൂ, കളിപ്പിക്കാൻ വേണ്ടി കൊടുക്കത്തില്ല. നിങ്ങൾക്ക് വാറണ്ടി ഉള്ളതും ഗ്യാരണ്ടി ഉള്ളതുമായ ആമേൻ the treasure of ആമേൻ power, അത് കർത്താവ് നിങ്ങൾക്ക് നൽകി തരുകയാണ്. We will not desire to give our children anything that is flawed. We will give them the best and the most valuable thing. Similarly, the Lord is also going to give you the best and the most valuable thing in his life. Hallelujah. Hallelujah. ഒരു ഭയങ്കര ദാഹം വേണം. We must have a great hunger. നമ്മൾ മീറ്റിംഗിനും ഇതുപോലെ സെമിനാറുകൾക്കൊക്കെ വന്ന് സ്റ്റക്കായി പോകരുത്. പ്രാർത്ഥിക്കാൻ ഇച്ചിരി ഇടവേള കിട്ടിയാൽ ആമേൻ എവിടെങ്കിലും പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോണം, മാറിയിരുന്ന് പ്രാർത്ഥിച്ചോണം. നമ്മൾ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ അല്ല വന്നത്, എന്റെ കർത്താവുമായിട്ടുള്ള കണക്ഷൻ അത് ഉറപ്പിക്കാനാണ് ഞാനും നിങ്ങൾ ഇവിടെ വന്നത്. When we come to these conferences, we must not become stuck in life. We must not focus on other things. Even if we get 5 minutes, we must go aside and take that time to pray. We've not come here to be connected with other people, but we've come to strengthen our connection with our Heavenly Father. ലജ്ജിക്കേണ്ട ആവശ്യമില്ല. There's nothing to be ashamed. ലജ്ജിക്കേണ്ട ആവശ്യമില്ല. There's nothing to be ashamed. ആരപ്പുറത്തിരിക്കട്ടെ ആരിപ്പുറത്തിരിക്കട്ടെ, എന്റെ സബ്ജക്ട് അവരും ഇവരും ഒന്നുമല്ല, അവരുടെ ഇവരുടെ വിഷയമല്ല. എന്റെ സബ്ജക്ട് യേശു, ആ യേശു 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 യേശുവുമായിട്ടുള്ള ബന്ധമാണ്. Whoever may be sitting beside you or in front of you, let it be. You don't have to worry about that. But your subject and desire must be Jesus, Jesus and Jesus alone. Hallelujah. Hallelujah. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസനുമായി സംസാരിക്കുമ്പോൾ, a few years when I was talking to a man of God, എന്റെ ടെസ്റ്റിമണി ഞാൻ ഷെയർ ചെയ്തു, അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി അദ്ദേഹവും ഷെയർ ചെയ്തു. I shared my testimony to him and he shared his testimony to me as well. ഈ ദൈവദാസൻ ഇത്ര ഉയർന്നത് എങ്ങനെയാണ്, ഇതിന്റെ ആരംഭം എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. I asked him, to that man of God, how did you really get exalted and honored like this? What is the reason behind that? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. There is something that he told me. ഒരു മരത്തിന്റെ ചുവട്ടിൽ അവർ രണ്ടു പേര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മരച്ചുവട്ടിൽ വെച്ച് വൈകിട്ട് തന്റെ മേൽ ആത്മശക്തി ഇറങ്ങി. He said two of them were praying under a tree for a few days and the power of God came upon both of them. Hallelujah. Hallelujah. അദ്ദേഹത്തെ ദൈവം ഭയങ്കരമായി ഉയർത്തി. And God honored that man mightily. ലോകം അറിയുന്ന സുവിശേഷകനായി. He became a world-known evangelist. ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ടു. Thousands were saved. ആയിരങ്ങൾ സ്നാനപ്പെട്ടു. Thousands were baptized. ആയിരങ്ങൾ സുവിശേഷവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. Thousands came out for the gospel work. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എങ്ങനെയാണോ അങ്ങനെ ദൈവം നിറയ്ക്കും. What is the desire of our heart,
according to that the Lord will fill us. ഇന്നൊരു ദാഹമുണ്ടാകണം. There must be a desire in our heart today. നിങ്ങൾ ഇവിടുന്ന് ബസ്സിൽ പോകുമ്പോഴും, When you go back today in the bus, ആമേൻ, നിങ്ങളുടെ റൂമിലായിരിക്കുമ്പോഴും, when you're in your room at night, വെളുപ്പിനെ ആയിരിക്കുമ്പോഴും, when you get up in the morning, അത് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ആരാധിക്കണം. അതില്ലാത്തവർ ഹല്ലേലൂയ സ്തോത്രം പറയണം. കർത്താവ് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. you must continually pray in the spirit and pray in tongues. And even those who don't have that, you must say hallelujah and praise God, and God will surely fill you. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, If we want to be beneficial and useful for God, എന്നോട് ചിലർ പറഞ്ഞു ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞു. some people told me go to Bible college. എന്നാൽ ഏത് ദൈവദാസന്മാര് വന്നാലും എന്റെ തലയിൽ കൈവച്ചിട്ട് പറയും, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നിന്റെ വഴി ദൈവം തുറക്കും. However, whenever any man of God came and laid hands on my head and prayed, they said, seek the Holy Spirit, and when you receive it, He will open your doors. ഞാൻ ഒരു അന്യഭാഷ പറയാൻ 2 വർഷം കൊണ്ട് എവിടെ ഉണർവുണ്ടേലും അവിടെ ഓടിയെത്തുമായിരുന്നു. So for 2 years, wherever there was a revival meeting, I went because I wanted to speak in tongues. ഏറ്റവും പുറകിൽ പോകത്തില്ല, മുമ്പിൽ സീറ്റ് ഇല്ലെങ്കിൽ തറയിൽ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. So I would not go and sit at the back, even if there was no seat in the front, I would come and sit down. ചിലപ്പോ എല്ലാവരുടെയും തലയിൽ കൈവച്ചാലും ഈ എന്റെ മാത്രം തലയിൽ കൈവെക്കാതിരുന്നിട്ടുണ്ട്. So there have been times where even if the man of God lays hands on every other person, he will not lay hands on me alone. മീറ്റിംഗ് കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. After many meetings, I have cried and went from that place. ഒരു ദിവസം One day, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. I started to think in my heart, ഇതെങ്ങനെ പ്രാപിക്കും? how can I receive this? എന്നും ഇങ്ങനെ എപ്പോഴും കർത്താവേ ഇത് തരണേ, അന്യഭാഷ തരണേ, അഭിഷേകം ചെയ്യണേ, എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നടപ്പ്. Always I used to walk and talk and tell God, God, give me the anointing, give me the Holy Spirit, give me the gift of tongues. വെളിയിൽ പോകുന്ന പ്രാർത്ഥന നിർത്തി, ജോലി കിട്ടുന്ന പ്രാർത്ഥന നിർത്തി, ആരോഗ്യം കിട്ടുന്ന പ്രാർത്ഥന നിർത്തി, എല്ലാം നിർത്തി. പ്രാർത്ഥന അഭിഷേകത്തിൽ നിറയ്ക്കണം, അന്യഭാഷയിൽ നിറയ്ക്കണം. ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I stopped praying about all other things, praying for job, career, going outside, health. I only used to pray, God, give me the anointing, give me the Holy Spirit, give me the gift of tongues. That's what I used to pray about always. ഞാൻ ആത്മീയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ലോകകാര്യം മുഴുവൻ മറന്നുപോയി. കർത്താവ് ഓർത്തു ഇവൻ എന്റെ കാര്യം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഒറ്റയ്ക്ക് കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവിന്റെ തീ എന്റെ മേൽ വരികയും ഇരുന്ന സ്ഥലത്തുനിന്ന് എടുത്തടിച്ചതുപോലെ തെറിച്ചു പോവുകയും ചെയ്തു. So because I was thinking about spiritual things, I forgot about worldly things. But the Lord said, because he was thinking about me and about spiritual things, he must not have any lack for his earthly things. And the next week itself, while I was praying, the power of the Holy Spirit, the fire of God came upon me, and I flew from my bed and I was baptized in the Spirit. ഈ ആത്മീക ദാഹം കേറുമ്പോൾ ചില ഭൗതിക കാര്യങ്ങൾ മറന്നാലും ഭൗതികത്തിനും മുടക്കം വരുത്താതെ ആത്മീകത്തിനും മുടക്കം വരുത്താതെ നമ്മുടെ ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. When we are filled with a hunger about spiritual things, we may forget or ignore some worldly things. But even then the Lord will not bring any lack for the worldly things or the spiritual things. He will take care of everything. Amen. Amen. Hallelujah. Hallelujah. അന്ന് അഭിഷേകം പ്രാപിച്ചപ്പോൾ That day when I received the baptism of the Spirit, 10 മിനിറ്റിനകം ഞാൻ പ്രവചിക്കുകയായിരുന്നു. within 10 minutes I was prophesying. എന്റെ തലയിൽ കൈവെക്കാൻ ആ റൂമിൽ ആരുമില്ലായിരുന്നു. On that day there was nobody to lay hands on me in that room. അല്പചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ After a few minutes, ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്റെ മുറിക്കകം നിറച്ച് വീട്ടുകാരും നാട്ടുകാരുമാണ്. so after some time when I opened my eyes, all around me there were my family members. അവൻ ദൈവം വലിയ മാറ്റം വരുത്തി. Yes, the Lord brought a great change. കർത്താവ് എന്നിൽ നോക്കിയത് എന്റെ തോറ്റ സർട്ടിഫിക്കറ്റിലല്ല, പഠിച്ച സർട്ടിഫിക്കറ്റിലല്ല, എന്റെ ദാഹമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ കർത്താവ് അവൻ തരേണ്ട കാര്യം കർത്താവ് എനിക്ക് നൽകി തന്നു. When the Lord looked at me, he did not ask me about my 10th fail certificate or anything else, but he just looked at the certificate of my heart, whether I had hunger or not, and what I asked, he gave it to me. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദാഹമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ
എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങും, എല്ലാം നടക്കാൻ തുടങ്ങും. In your life, if you have a hunger for God, when you stand for godly things, everything will start to work in your life. ആ പോക്ക് അലക്സ് പാസ്റ്ററുടെ വീട്ടിൽ, കായംകുളത്തെ വീട്ടിൽ ഞാൻ ചെന്നു കൊച്ചിലെ. So when I was in that way next to Alex Pastor's house, I went during my childhood. 22-ാം വയസ്സിലാ പാസ്റ്ററുടെ വീട്ടിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചത്. I went to pastor's house and prayed when I was 22 years old. Hallelujah. Hallelujah. ദൈവം വലിയ ദൈവമാണ്. God is a great God. നിങ്ങളുടെ തലമുറയെ ദൈവം കൈവിടത്തില്ല. God will not forsake your generation. നിങ്ങൾക്ക് തന്ന ജനറേഷൻ ടു ജനറേഷൻ, ആമേൻ, അനുഗ്രഹിക്കപ്പെടും. അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവം അവരെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട്. The generations that God has given you, God will not forsake them. He will bless them and He will use them. Hallelujah. 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 നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണർവിന് വേണ്ടി ആഗ്രഹമുണ്ട്? How many of you are desiring for revival? ഒറ്റ കാര്യം മാത്രം മതി. One thing alone is enough. ഹൃദയത്തിനകത്തൊരു ദാഹം മതി. All you need is a hunger and desire in your heart. ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടോ? Do you have a hunger and desire in your heart? ഇത് നടക്കും. This will happen. 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 ദാഹമുണ്ടോ? Do you have a hunger? താവ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് നോക്കുക. Today evening the Lord is looking into your heart. നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ, If you have hunger, നിങ്ങളുടെ സാഹചര്യം മുഴുവനും മാറി മറിയാൻ പോകുക. all your situations are going to be changed. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ഭാരവും പ്രയാസവും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. Remove all your problems and difficulties and burdens to one side. അത് മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചേരെ. Move it to one side. എന്നാൽ ദൈവം ആമേൻ ആഗ്രഹിക്കുന്നത് ആത്മഭാരം, the burden of souls, ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമാണ്. However, what the Lord is desiring in us is the burden for lost souls. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ഉള്ളിൽ ആത്മഭാരം ഉണ്ടെങ്കിൽ ശക്തിയുടെ നിക്ഷേപം നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കപ്പെടും. If you have a burden in your heart, God will open up the treasures of power. 1994 In 1994, കാനഡയിലുള്ള എയർപോർട്ട് ചർച്ചിൽ വലിയൊരു ഉണർവ് 12 വർഷം നടന്നു. there was a great revival that happened in the airport church in Canada. It went on for 12 long years. എൻ്റെ മകൻ പോള് ആ ചർച്ചിലെ ആദ്യത്തെ മീഡിയ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നയാളായിരുന്നു. Initially, my son Paul was the one who set the media in that church. ആമേൻ. ആ ചർച്ചിൽ ഞാൻ പോയിട്ടുണ്ട്. I went to that church. ആമേൻ. അന്ന് ആമേൻ 94 ഒരു ഉണർവ് ആരംഭിച്ചത്. In 1994 is when a revival happened over there. ആ ചർച്ചിൽ അന്ന് ജോൺ എർണോട്ട് എന്ന് പറയുന്ന ഒരു പാസ്റ്ററായിരുന്നു ശുശ്രൂഷിക്കുന്നത്. At that time there was a pastor named John Arnott in that church. ആ സമയത്ത് മീറ്റിംഗുകൾ നടക്കുമ്പോൾ, During that time when meetings were happening, അവൻ റാൻഡി ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ആ സഭയിൽ വരാനിടയായി തീർന്നു. a man of God named Randy Clark had gone to that church. അന്ന് കുറച്ചു പേരെ വെച്ച് തുടങ്ങിയ പ്രാർത്ഥന, With a few people they had started a prayer over there. അത് ഒരു ഉണർവിലേക്ക് മാറ്റപ്പെട്ടു. That became a great revival. അന്ന് അവിടെ ആരൊക്കെ വന്നോ, Whoever came there that day, ആഴ്ചയിൽ 6 ദിവസവും പ്രാർത്ഥന. സൺഡേ അല്ല, ഒരു ദിവസം മാത്രം ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നു. 6 days a week there was continuous prayer in the revival. ഹല്ലേലൂയ. Hallelujah. ആ സമയത്താണ് ബിൽ ജോൺസൺ ആ സഭയിൽ ആ ഉണർവിന്റെ സമയത്താണ് വരുന്നത്. At that time Bill Johnson had come to that revival over there. അദ്ദേഹം തിരിച്ചു ചെല്ലുമ്പോൾ തന്റെ സഭയിൽ ഉണർവ് ആരംഭിച്ചു. When he went back to his church, revival started over there as well. അന്ന് ബിൽ ജോൺസൺ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. There was an experience that Bill Johnson had that day. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഈ മീറ്റിംഗിൽ വെച്ച ഒരു അനുഭവം ഉണ്ടായി. താൻ തിരിച്ചു ചെന്ന് വലിയ പ്രസംഗമൊന്നുമില്ല, ഒരു ടീച്ചിങ് മെത്തേഡിൽ പ്രസംഗിച്ചാലും മിറക്കിൾസ് നടക്കാൻ തുടങ്ങി. So he had an experience where a great electric shock went through his body, and after that when he went back to his church, great miracles started to happen. He did not do something great, but in a normal teaching method he went ahead and God started to do great things. Hallelujah. Hallelujah. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നത്, ഓരോ സ്ഥലത്ത് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ആ രാജ്യം പിടിക്കുവാൻ
ദൈവം പ്ലാൻ ചെയ്യുകയാണ്. The reason God has brought each of you to your specific place is because He has positioned you over there to bring a revival in that place. നിങ്ങളുടെ മേൽ വലിയ വിളി ഉള്ളപ്പോൾ, When there is a great calling upon you, നിങ്ങൾക്ക് നേരെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. many problems will come against you. ആമേൻ. നിങ്ങൾക്ക് നേരെയല്ല പ്രശ്നം, നിങ്ങളുടെ മുൻപിലുള്ള ആ ഭയങ്കര പ്രോമിസിലേക്ക് നിങ്ങളെ കടത്താതിരിക്കാന്. അതുകൊണ്ട് അത് കണ്ട് ആമേൻ നിങ്ങൾ നിങ്ങളുടെ യൂണിക് കോളിംഗിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. The problems that come against you is not against you, but it is against the calling upon your life. So you, even though you have oppositions, you must step into your unique calling. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ ട്രഷർ, ആമേൻ, ആ പരിശുദ്ധാത്മാവിന്റെ ആ ട്രഷറി അങ്ങോട്ട് തുറക്കുമ്പോൾ നമുക്ക് വേണ്ടിയ സകല അനുഗ്രഹങ്ങളും ദൈവം നൽകി തരും. When the Holy Spirit opens up His treasury, He will give us everything that we desire. ഹല്ലേലൂയ, Hallelujah. ദൈവം ഭയങ്കര ദൈവമാണ്. God is a great God. ഒരു ഉണർവും ഇല്ലാതിരുന്ന, അഭിഷേകത്തിന്റെ വലിയ മണ്ഡലം ഇല്ലാതിരുന്ന സന്ദർഭത്തിലാണ് ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ആമേൻ തന്റെ മേൽ ഒരു കരണ്ട് അടിക്കുന്നത് പോലെ ഫീൽ ചെയ്ത് താൻ തെറിച്ചു വീഴുകയും തന്റെ പ്രസംഗത്തിൽ ആയിരങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. It was at a time and a season where there was no great move of the Holy Spirit that a great man of God named Charles Finney received the anointing of God, and he had an experience where he had a great electric shock and power coming upon his body. Then when he started to preach, thousands were started to be healed, to be saved through his meetings. ഹല്ലേലൂയ, Hallelujah. പിറ്റ്സ്ബർഗിനും മിസോറിക്കും അടുത്തുള്ള ഒരു ആമേൻ സ്ഥലമാണല്ലോ അസൂസ സ്ട്രീറ്റ്. Next to Pittsburgh and Missouri, there is an important place named Azusa Street. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. I've gone there many times. അവിടെ 12-13 പേര് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മധ്യത്തിൽ ഇറങ്ങിയ തീയാണ് ഒരു വലിയ ഉണർവായി മാറുവാൻ കാരണമായത്. Around 12 or 13 people were praying over there and sitting in the presence of God. Among them, the fire of God came. That is what became a great revival in Azusa Street. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ആമേൻ. വെയിൽസിലെ ഉണർവ്, The revival in Wales. ആമേൻ, അവിടെ അസാധാരണമായ നിലയിൽ ഉണർവുണ്ടായി. There an unusual and extraordinary revival happened. ഇതെങ്ങനെ സംഭവിച്ചു? How did it happen? ആമേൻ. പാഷനേറ്റ് ഡിസയർ, തീവ്രമായ നമ്മുടെ ദാഹമാണ്, ആഗ്രഹമാണ് ഉണർവിനെ കൊണ്ടുവരുന്നത്. It is our passionate hunger and desire that will bring revival. ഹല്ലേലൂയ, Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തീവ്രമായ ആഗ്രഹമുണ്ടോ? In your അത് life, ഫുൾഫിൽ ചെയ്യും. in your life, do you have a passionate hunger and a passionate desire for God? ഇവിടെ Then surely ഇരിക്കുന്ന God will എല്ലാ fulfill. കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ആമേൻ, ചെറിയവർക്കും വലിയവർക്കും, പഠിത്തമില്ലാത്തവർക്കും കഴിവില്ലാത്തവർക്കും ട്രാവൽ ബാൻ ഉള്ളവർക്കും എല്ലാവർക്കും ആമേൻ ആ ഒരു ആത്മദാഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ കൽപ്പിക്കും. Every person over here, if you're small or big, if you're young or elder, if you have qualifications or if you don't, no matter who you are, if you have a hunger for God, God will do great things through you. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച When I received the baptism of the Spirit, ആ 1-2 ആഴ്ച ആരോടെങ്കിലും മിണ്ടിയാലും അങ്ങ് അന്യഭാഷയായി വരുന്നത്. during that time, even if I talked to anybody simply, tongues was coming out of me. ഹല്ലേലൂയ, Hallelujah. എന്നാൽ എന്റെ ഈ മിനിസ്ട്രിയിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ഇടയായത് എന്റെ കല്യാണത്തിന് ശേഷമാണ്. However, it was after my marriage that I was able to develop and grow a lot. ഈ ഫാമിലി ലൈഫിൽ ഒരുമിച്ചുള്ള ശുശ്രൂഷ അസാധാരണമായ നിലയിൽ നമ്മെ കൊണ്ടെത്തിക്കും. In our family life, when we stand together and do ministry, that will take us to an extraordinary level. എല്ലാ സഹോദരിമാരും ഓർത്തോണം, നിങ്ങളുടെ ഭർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ സപ്പോർട്ടായി നിന്നോണം. അവർ പ്രസംഗിക്കാത്തവരാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അവർ പ്രസംഗിക്കും. All sisters, remember that you must support your husband in the ministry and stand with them. Even if they do not preach, when you support them, they will start to preach mightily. അവൻ തിരിച്ചു ഭർത്താക്കന്മാർ
അവരെ ചവിട്ടി താക്കരുത്. അവരെ കൈവെള്ളയിൽ ലിഫ്റ്റ് ചെയ്ത് അവരെ സ്നേഹിക്കുന്നവരാകണം. Also, dear husbands, you must not push them down and suppress them, but you must lift them up in the palm of your hands and make them shine. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അയലോക്കക്കാരൻ പ്രാർത്ഥിക്കത്തില്ല, നാട്ടുകാര് പ്രാർത്ഥിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബം വലുതാണ്. നമ്മുടെ കുടുംബം നാം ബിൽഡ് ചെയ്യണം, അത് നാം നിലനിർത്തണം. The way your wife or husband prays for you, the neighbor of the villager will not pray for you. So family is very important. Hallelujah. Hallelujah. Passionate desire. തീവ്രമായ ആമേൻ ആമേൻ ആഗ്രഹം. Hallelujah. Hallelujah. നമ്മുടെ ഫെയ്ത്ത് താഴെ പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. Our faith, God will not allow it to fall down. Amen. Amen. Hallelujah. Hallelujah. Amen. Amen. എന്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരെ ഇപ്പൊ എനിക്ക് കിട്ടാനില്ല. അവരെ ഞാൻ 20 വിളിച്ചാലേ ഒന്ന് കിട്ടത്തുള്ളൂ. ഈ ജോർജും താമസിക്കാതെ ആമേൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ദൈവം എന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമില്ല. പക്ഷേ ദൈവത്താൽ ഉയർത്തപ്പെടണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, ബ്ലെസ്സഡ് ആയി മാറണം. I do not desire that anybody should be with me, but you must be blessed by God and honored and exalted by God. എന്റെ ആഗ്രഹം എന്നേക്കാൾ ശുശ്രൂഷയില്ല 10 പ്രോഡക്റ്റ് വെളിയിലിറക്കണം. My desire is that I must release 10 great products who have a greater ministry than me. ഞാനും കുടുംബവും ഇതല്ല ആമേൻ ദൈവ വിളിയുള്ളവന്റെ ലക്ഷണം. ആമേൻ അവനേക്കാൾ ബലമുള്ള പത്തെണ്ണത്തെ പുറത്തെടുക്കണം. അതായിരിക്കണം ആഗ്രഹം. Similarly, we must not have that focus where we are always talking about me and mine and my family, but our focus must be on building the kingdom of God. Hallelujah. 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 അന്യ ഭാഷ പറഞ്ഞ് ആരാധിക്കണം. So you must speak in tongues and worship always. Hallelujah. Hallelujah. ഞാൻ ദുബായിലാണ് അമേരിക്കൻ വിസ അടിക്കാൻ പോയത്. I went to Dubai to get my American visa. എന്റെ മുമ്പിൽ 5 പേര് നിൽക്കുക. There were 5 people in front of me. ഞാനും സജിനിയുണ്ട്. Me and Sajini were there. ഈ മുമ്പിൽ നിൽക്കുന്ന 5 പേർക്കും കൊടുത്തില്ല പറഞ്ഞു. The 5 people in front of me, they did not get it. They were rejected. അടുത്ത ഞാനാ ചൊല്ലുന്നത്. I was going next. എന്നോട് അവര് ഇംഗ്ലീഷിൽ ഏതാണ്ട് ചോദിച്ചു. They asked me something in English. എന്നെ മലയാളം എന്നായിരുന്നു വെക്കേണ്ടത്. അവിടെ ഇംഗ്ലീഷ് ഒന്ന് പൂരിപ്പിച്ച് വെച്ചോണ്ട് ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവിട്ടത്. എന്നോട് ഏതാണ്ട് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വിസ ഗ്രാൻഡ് ആയി പോയിക്കോളാം പറഞ്ഞു. They were supposed to fill Malayalam in the form, but they filled English by mistake. So they sent me to an Englishman, and they asked me something in English. I didn't understand, but I just said okay, and they said, "Granted, your visa is granted. Go ahead." നിങ്ങളുടെ വാക്കിനകത്ത് പവർ ഉണ്ട്. In your words there is power. നിങ്ങളുടെ വാക്കിനകത്ത് അധികാരമുണ്ട്. In your words there is authority. ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. നിങ്ങളുടെ വാക്ക് അധികാരത്തിന്റെ വാക്ക് അവർ നഷ്ടപ്പെട്ടു പോയില്ല. You must look at the child that God has given you and prophesy on him or her. The word God has given you has authority. They will never be lost. Hallelujah. Hallelujah. കർത്താവ് ഇന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ആമേൻ, രോഗിയോടെ വന്ന പലരും, മക്കളില്ലാത്തവരായി വന്ന പലരും ഇത് കഴിയുമ്പോൾ ചില റിസൾട്ടുമായി എഴുന്നേൽക്കാൻ പോകുകയാണ്. Today afternoon when I was spending time and praying in the presence of God, the Lord told me there are many people who have come here without children, many sick people who have come, but after this they are going to have a great result and go back from this place. Hallelujah. 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 കർത്താവ് എന്നോട് പറയുന്നു, ഒരു ഉണർവിന്റെ സീസൺ, അതിനുവേണ്ടി നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ച് ആമേൻ വിവിധ ഇടങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അയക്കാൻ പോകുകയാണ്. The Lord is telling me that the Lord is going to raise you for a season of revival, and He's going to send you to different places. കുറച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് ഇപ്പൊ പഴയത് കൊണ്ട് മുട്ടുകുത്തി അവിടെ ഇരുന്ന് ക്ഷീണിച്ച് നിർത്തണം. പട്ടക്കം പൊട്ടുന്ന അന്യഭാഷ, പട്ടക്കം പൊട്ടുന്ന അന്യഭാഷ. You must not be tired with your old tongues and be exhausted and discouraged, but you must speak in tongues like in great power and energy like a firework.
നിങ്ങളുടെ നേരെ ഒരു യുദ്ധം വരുവാണെന്നിരിക്കട്ടെ. If a battle comes against you, ഇതിനെ നോക്കുമ്പോൾ പേടിയൊക്കെ വരും. when you look at it, you may get afraid. എന്ന് പറയാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഈ മതിലും ഈ വിരട്ടലും എല്ലാം ഓടി മറയും. When you speak in tongues and go against that battle, all of that will run away from you. Hallelujah. Hallelujah. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. God will do miracles. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. God will do miracles. നിങ്ങൾ നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങളുടെ രോഗത്തിന്റെ എൻഡ് മരണമാണെന്ന് പറയാതെ ഇതൊരു വിക്ടോറിയസ് ലൈഫാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ ഒടുക്കുമെന്ന് പറയാതെ ഈ പ്രശ്നം വിക്ടോറിയസ് ആയി മാറും എന്നുറക്കെ പറയുക. You must not use your tongue to speak negative words. You must not say that your sickness will end in death, but you must use your words to speak positive things and say that you will walk in victory. വിവിധ തരത്തിലുള്ള അന്യഭാഷകൾ, Different kinds of tongues. ആനന്ദത്തിന്റെ തിരമാലകൾ കൊണ്ടുവരും. It will bring waves of joy. എന്താ വിവിധ തരം? What are the different kinds? എല്ലാവർക്കും ഒരേ പ്രശ്നമല്ല, എപ്പോഴും പല പ്രശ്നമാണ്. ആ സമയത്തെല്ലാം വിവിധ തരത്തിലെ ഭാഷകൾ നമ്മുടെ അകത്തുനിന്ന് പുറപ്പെടും. അതെല്ലാം വിജയമായി മാറുവാനിടയായി തീരും. What is this different kinds? Everybody has different problems, and at that time when you use the different kinds of tongues, everything will become a victory. ഹല്ലേലൂയ. Hallelujah. അന്യഭാഷ, പ്രവചന ഭാഷ എപ്പോഴും വാതിൽ തുറക്കാൻ സഹായിക്കുന്നു. വലിയ ചാനലുകൾ തുറക്കാൻ അന്യഭാഷ സഹായിക്കുന്നു. Speaking in tongues is a prophetic language, and when you speak in tongues, that will open doors for you. നിങ്ങളുടെ അന്യഭാഷ, Your language നിങ്ങളുടെ ഉദരഫലം പുറത്തു കൊണ്ടുവരാൻ പോകുക. is going to bring out the fruit of your womb. നിങ്ങളുടെ അന്യഭാഷ, Your tongues നിങ്ങളുടെ ഭയത്തെ മാറ്റുകയാണ്. is going to remove your fear. നിങ്ങളുടെ അന്യഭാഷ, Your tongues, നിങ്ങളെ പ്രമോട്ട് ചെയ്യാൻ പോകുക. it's going to exalt you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ.